ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ അമ്മ രാവിലെ നല്ല തിരക്കിലാണ്. കാരണം ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ അവൾക്കൊരു പൊതിച്ചോറ് കൊണ്ടുപോവാണ്. അവൾ 5 മാസം പ്രഗ്നൻ്റാണ്. അവൾ കുറേ ആയിട്ട് നമ്മളോട് പൊതിച്ചോറ് ചോദിക്കുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് വെച്ച് നീട്ടി. അപ്പോൾ ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാനും പഞ്ചുക്കുട്ടിയും നേരെ അവളുടെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഇവളുടെ വീട് കലഞ്ഞൂരാണ്. അപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പുനലൂർ ബസ്സിൽ കയറിയിട്ട് കലഞ്ഞൂർ ഇറങ്ങി. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. ഈ രീതിക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഇടയ്ക്കൂടെ നോക്കിയില്ല അവരച്ഛൻ അവിടെ നിൽക്കുന്നതാണ്. അവരച്ഛൻ എന്നോട് ചോദിക്കുന്നുണ്ട് മഴയും കൊണ്ടാണോ ഞാൻ വന്നത്. കാവ്യയുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ എൻട്രി നല്ല ഭംഗി എപ്പോഴും കാണും. ഞാൻ എപ്പോൾ പോയാലും നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇപ്പോൾ അതാ ഫ്രണ്ടിലോട്ട് എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വരും കഥകും തുറന്ന് തന്നിട്ട് വരും. എന്നിട്ട് ഡയലോഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ അതിഥികളൊക്കെ ഉണ്ട് കണ്ടോ. നമ്മളെ ഇവൾക്ക് ചോറ് കൊടുക്കുക. ആദ്യം ഞാൻ ക്യാമറ സെറ്റ് ചെയ്തു. ഇവിടെ അപ്പുറത്ത് എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ശരിക്കും വന്നത് എന്നെ കാണാനല്ല, വീഡിയോ എടുത്ത് ഇവർക്ക് എന്നെ വെച്ച് 10 ലൈക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് അത് തിന്നാൻ പറ്റും. നീ സാമ്പാർ എനിക്ക് അത്ര പോരാ. പത്തനംതിട്ട വരെ പോകാനുള്ള തണുത്തുള്ള മതി. പിന്നല്ലാതെ ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. പിന്നെ ഞാൻ അവിടുത്തെ ഇവിടെ വരെ ചുമ്മിക്കൊണ്ട് അങ്ങനെ നീ തൊഴുത് മേടിക്കും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിയ. ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് തക്കാളി ചമ്മന്തി. എനിക്ക് കോളേജിൽ തൊട്ടേ ഭയങ്കര ഇഷ്ടമായി അമ്മയുടെ തക്കാളി ചമ്മന്തി. അപ്പൊ അവളെനിക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് കൊതിയ ഒന്ന് കഴിക്കാം. നമുക്കപ്പോ വേഗം കഴിക്കാം അല്ലയോ. എന്നൊക്കെയാ കൊണ്ടുപോകുന്നത്. ഞാൻ ഇവിടോട്ട് വെച്ച് കഴിക്കാം, എങ്കിലേ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ. എല്ലാം രണ്ടുപേരും ഫോണില്ല. ഇത് കണ്ടോ, ഇതാണ് തക്കാളി ചമ്മന്തി. ഞാൻ ഇവിടെ കൊണ്ടുവന്നതാ. അവിടുത്തെ തക്കാളി ചമ്മന്തി ഭയങ്കര സൂപ്പറാ. അവിടെ ആത്മാർത്ഥനുണ്ടോ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ഒത്തിരി സാധനങ്ങളിലൂടെ. ഞാനിത് പ്രതീക്ഷിച്ച് ചിക്കൻ വറുത്തത്. കാരണം ഇവിടെ കോളേജിൽ എപ്പോഴും ചിക്കൻ വറുത്ത കൊണ്ടുവരും. അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. കണ്ടോ, അവിടെ വലിയ മനസ്സിന് ഉടമയാണ്. പൊതിയില് പയറ് തോരൻ, അടുത്തതില് മീൻ വറുത്തത്. ഇതെല്ലാം കൂടെ എനിക്ക് വേണ്ടി വാങ്ങിച്ചോ. അപ്പൊ നിന്നാ പോരെ, കുഴി എണ്ണണോ? ഓ യു വെൽക്കം. കൊച്ചേ കഴിക്കാം. കോട്ടെ മതി മതി. മടി വെച്ച് അവിടെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വാരത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം തക്കാളി ചമ്മന്തി തന്നെ ഇട്ടാൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇത് പോറണ്ടേ ആവുന്നത്ര കഴിക്കുന്നു. നമ്മള് തക്കാളി ചമ്മന്തിയൊക്കെ ഉരുട്ടി കുറച്ച് മീനൂടെ വെച്ച് കഴിക്കാം. ചിക്കൻ പിന്നെ കഴിക്കാമേ. ഭയങ്കര അടിപൊളി തക്കാളി ചമ്മന്തി. പക്ഷെ ഇതിന്റെ റെസിപ്പി എനിക്ക് അറിയത്തില്ല. ഭയങ്കര രസമാണ്. നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നേ. എടി നാരങ്ങച്ചാർ എങ്ങനെയുണ്ട്? ഞാൻ ഇട്ടേടി. എനിക്ക് വേണ്ടേ വൃത്തികെട്ട ജന്തു. നാരങ്ങാച്ചാർ മാത്രമേ കുറച്ച് തോരനും ചമ്മന്തിയൊക്കെ ഇട്ട് ഇളക്കി അങ്ങോട്ട് തിന്നു. നീ ആദ്യം നിന്റെ വായിൽ വരുന്ന വെള്ളം അങ്ങ് വിഴുങ്ങ. എന്നാലും ആ വെള്ളം വരുന്നതിന് കുറവില്ല. സൂപ്പറാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാവ്യ. ഞങ്ങളൊരു 6-7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ഇവളെ യൂട്യൂബിൽ ഭയങ്കര സെലിബ്രിറ്റി ഒക്കെയാണ് ഗൈസ്. എൻ്റെ കൂട്ടൊന്നും അല്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും.
അങ്ങനെ കാവ്യോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അതിനിടയ്ക്ക് ഞാനും അവളും കൂടെ ഈ പറയുന്നതാണ് ഈ ആക്ഷനൊക്കെ. കണ്ട പഞ്ചാരിന്റെ തലയിൽ ഞാനാണ് അത്രയും പണി ചെയ്തത്. അതായത് പഞ്ചാര തല കാണിക്കുക, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചുണ്ടൊക്കെ കാണിക്കും, ഇങ്ങനെ ഇത് കാണിക്കുക. ഇത് മൊത്തം കാവ്യയുടെ കൃഷിയാണ്, കാവ്യയുടെ സ്വന്തം കൃഷി. ഏതാ ഇതോ? പ്ലാവല്ലേ ഇപ്പൊ വെച്ചാടേ. അച്ഛാ ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് ചക്കയാവുമോ? 8 മാസം ആകുമ്പോഴോ? ഇതെന്തോ മാങ്ങയോ? മാവെന്നാ ഉദ്ദേശിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വോയിസിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ ബൈ.